കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് തമ്പുരാനെ കണ്ട് എല്ലാ ആരാധനയ്ക്കും യോഗ്യനായ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പുകയോ മാറോട് ചേർത്ത് പിടിക്കുകയോ ചെയ്യാം. ഈ നിമിഷങ്ങളിൽ വളരെ സ്നേഹത്തോടെ, വളരെ ശാന്തതയോടെ, ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ മോളെ മോനെ, നീ കടന്നു പോകുന്ന നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിച്ച്. ഒത്തിരിയേറെ സഹനങ്ങളും ഒത്തിരിയേറെ വേദനകളൊക്കെ ഓരോ നിമിഷവും നിന്നെ അലട്ടുന്നുണ്ടാകാം. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നിർവചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന് ഭാരപ്പെടുന്നുണ്ടാകാം, അസ്വസ്ഥപ്പെടുന്നുണ്ടാകാം. ഭൗതികമായ ജീവിതത്തിന്റെ പല മേഖലകളിലും പരാജയങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാകാം. മോളെ, ചില രോഗങ്ങള് അതികഠിനമായ സഹനങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ വലിച്ചിടച്ചിട്ടുണ്ടാകാം. രോഗങ്ങളുടെ നടുവിൽ നിന്ന് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് പോലും നീ തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ടാകാം. അതികഠിനമായ വേദനയാണ്. ആരോടും പറയാനോ പങ്കുവെക്കാനോ പറ്റാത്ത രീതിയിലുള്ള അതികഠിനമായ വേദനയുടെ നടുവിൽ നീ ഒരുപക്ഷെ നിലവിളിച്ചിട്ടുണ്ടാകാം, കരഞ്ഞിട്ടുണ്ടാകാം. മോളെ മോനെ, നിന്റെ സഹനങ്ങളെല്ലാം ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് ആ സഹനങ്ങൾ വിലയുള്ളതായി തീരുക. നമ്മുടെ സഹനങ്ങൾക്കൊക്കെ വിലയുള്ളതായി തീരുന്നത് എന്റെയും നിങ്ങളുടെയും സഹനങ്ങൾ യേശുവിന്റെ കുരിശിന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. യെസ്, ഈശോ സഹിച്ചു. ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിന്റെ ശരീരവും രക്തവും എടുത്തുയർത്തുമ്പോ ആ നിമിഷങ്ങളിൽ ചങ്കിലൂടെ കടന്നു പോകുന്ന ഒരു വേദനയുണ്ട്. തമ്പുരാനെ, നീ എനിക്ക് വേണ്ടി നിന്റെ ചങ്കിലെ ചോരയും നിന്റെ മാംസവും എനിക്ക് വേണ്ടി മുറിച്ചു തന്നല്ലോ, പങ്കുവെച്ചു തന്നല്ലോ. അതാണല്ലോ ഞാൻ സ്വീകരിക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലും. എനിക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവ്, രക്തസാക്ഷിത്വം വഹിച്ച കർത്താവ്. അതുകൊണ്ടായിരിക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം മരിക്കുന്നില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് സ്വന്തമത്രേ. ഈശോ തന്റെ രക്തം ചിന്തിയത് നാം അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. ഈശോ തന്റെ മാംസം നമുക്കായി പകുത്തു തന്നത് നമുക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ട്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണെന്നല്ലേ ഈശോ പറഞ്ഞത്. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി കുടിക്കുവിൻ എന്നല്ലേ കർത്താവ്. ഇത് ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനും നിത്യജീവനുണ്ട് എന്നാ കർത്താവ് പറഞ്ഞു. അപ്പോ നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അനുദിന ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും രക്തസാക്ഷിത്വത്തിന്റെ അനുഭവങ്ങളായി മാറും.
രക്തം ചിന്താതെയുള്ള സാക്ഷ്യജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറും. 2 കൊരിന്തോസ് 5:15 വചനം പറയുന്നുണ്ട്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഈശോ മരിച്ചത് ഞാനും നീയും അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി തന്നെ, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നെ, തങ്ങളുടെ സ്വപ്നങ്ങൾ പിഞ്ചെന്ന് ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അവൻ രക്തം ചിന്തിയത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ നാം അവന് വേണ്ടി രക്തം ചിന്തേണ്ടതിനാണ്. Yes, we are called to martyrdom. രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളിയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളിയാണ് ഒരു പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിൻ്റെയും വിളി. അത് രക്തം ചിന്തിയോ രക്തം ചിന്താതെയോ നിരന്തരം സുവിശേഷത്തിന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. എന്തു വന്നാലും, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, പരാജയം നേരിടേണ്ടി വന്നാലും, തകർച്ച നേരിടേണ്ടി വന്നാലും, സങ്കടങ്ങൾ നേരിടേണ്ടി വന്നാലും, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, അറക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ, നിരന്തരം മുറിയപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ, മോളെ മോനെ, ഒരു വിളി, എ കോൾ ടു മാർട്ടിഡം. രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളി സ്വീകരിച്ചവരെ നമ്മൾ അത് മറന്നു പോകരുത്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, എനിക്ക് വേണ്ടി മരിച്ച കർത്താവ് അൽത്താരയിലുണ്ട്, എനിക്ക് വേണ്ടി രക്തം ചിന്തി ഈശോ അൽത്താരയുണ്ട്, എന്നെ അതുപോലെ സ്നേഹിച്ച കർത്താവ് അൽത്താരയിലുണ്ട്. ആ സ്നേഹം നിന്നെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ. ആ സ്നേഹം നിന്റെ മനസ്സിന്റെ ഭാരം എടുത്തു മാറ്റട്ടെ. ആ സ്നേഹം നിന്റെ ആത്മാവിന്റെ കറകൾ കഴുകിക്കളയട്ടെ. ആ സ്നേഹം നിന്റെ ശരീരത്തിന്റെ രോഗങ്ങൾക്ക് സൗഖ്യമായിട്ട് മാറട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചേ സ്തുതിച്ചേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ഹല്ലേലൂയ. ഈശോയേ എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനേ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. ആമേൻ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ. ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാൻ. എനിക്കാ എൻ്റെ ദൈവം
ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. സ്നേഹത്തോടെ കരുതലോടെ നമ്മളെ കൈപിടിച്ച കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം. കർത്താവെ, എന്നെയും നീ സംരക്ഷിക്കണം. എൻ്റെ കുടുംബം, എൻ്റെ നിയോഗങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ വേദനകളിലേക്ക് നിൻ്റെ ആശീർവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന.